കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവത്തിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും അവിടുത്തെ കരുണയ്ക്കും കരുതലിനുമായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവിടുത്തെ വാക്കുകൾ ഉവ്വ എന്നാണ്. വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമായിരിക്കാൻ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ അവിടുന്ന് നിവർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു ദിവസമല്ല, എന്നും ദൈവത്തിന് മുമ്പാകെ കടന്നു വരാൻ നമുക്കിടയാകണം. ദൈവസന്നിധിയിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ മാറിപ്പോകരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്, എന്നും പ്രമോദങ്ങളുണ്ട്. ആനന്ദിക്കാൻ കൊള്ളാവുന്ന ഒരിടം നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമാണ്. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരും? നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ദൈവം. സകലത്തിന്റെ ആരംഭത്തിങ്കൽ തന്നെ അതിന്റെ അവസാനം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവിടുത്തെ വാക്തത്വങ്ങൾക്കോ അവിടുത്തെ വചനങ്ങൾക്കോ ഒരു മാറ്റവുമില്ല. ഉവ്വ എന്നാണ് അവിടുത്തെ വാക്തത്വങ്ങൾ. അതിന്നും അവിടുന്ന് വെളിപ്പെടുത്തി. അബ്രഹാമിനോട് ദൈവം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്തത്വമാണ്. അബ്രഹാം, ഈ ജനം പ്രവാസത്തിലേക്ക് കടന്നു പോകും. 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ തിരിച്ചു വരുത്തും. 400 സംവത്സരം കഴിഞ്ഞു. ചിലപ്പോൾ അബ്രഹാം അത് മറന്നുപോയി കാണാൻ സാധ്യതയുണ്ട്. വാക്കു പറഞ്ഞ ദൈവം അത് മറന്നുപോയില്ല. 400 സംവത്സരങ്ങൾക്ക് ശേഷം മിസ്രയീമിലായിരുന്ന തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, സങ്കടമറിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? അവരെ ദൈവം പുറപ്പെടുവിച്ചില്ലേ? പറഞ്ഞു വന്നതിന്റെ സാരം, നാളുകൾക്ക് മുമ്പ് കേട്ട ശബ്ദം ഇനി നടക്കുവാൻ സാധ്യതയുണ്ടോ? അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? പരിഗതികൾ നോക്കരുത്, സാഹചര്യങ്ങൾ നോക്കരുത്. വാക്കു പറഞ്ഞവൻ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. പരിമിതിയില്ലാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? അവർ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. 400 വർഷം കഴിഞ്ഞപ്പോൾ ദൈവ വാക്തത്വം ഓർത്തില്ലേ? അത് മറന്നുപോയോ? ഇല്ല. അങ്ങനെയെങ്കിൽ എന്നോടും നിങ്ങളോടും പറഞ്ഞ ദൈവശബ്ദം നടപ്പിലാകുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചാരെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ, ഭാരപ്പെടുന്നെങ്കിൽ, ആ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിനൊറ്റ സെക്കൻഡ് മതി എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ഇതിനർത്ഥം വാക്ക് പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല, അത് വർഷത്തിനു മുമ്പ് പറഞ്ഞതാണ്, ഇത്രയും വർഷം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം 100-ാമത്തെ വയസ്സിൽ സാഹചര്യങ്ങൾ എതിരായപ്പോൾ, ശരീരം അതിന് യോഗ്യമല്ലാതിരുന്നപ്പോഴും വാഗ്ദത്തം മാറ്റിയോ? ശരീരം നിർജ്ജീവമായില്ലേ? സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായില്ലേ? പക്ഷേ വാക്കു പറഞ്ഞവൻ അതിനതീതമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്.
റൈറ്റ് ടൈമിൽ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. യെശയ്യാപ്രവചനം 49:5 വാക്യം. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവും ആകുന്നു. പ്രൈസ് ദ ലോർഡ്. ആഴമായൊരു വചന വെളിപ്പാടാണ് അവിടെ നമുക്കിന്ന് പകൽ നൽകിയത്. 1-ാം വാക്യവും 2-ാം വാക്യവും ശ്രദ്ധിക്കൂ. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലെന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു അമ്പാക്കി ദൈവം തന്റെ ജനത്തെ സൂക്ഷിച്ചു വെക്കും. എവിടെ ചെന്ന് കൊണ്ടാൽ തകരേണ്ട ശക്തികൾ തകരും, വീഴേണ്ടത് വീഴും. ഈ അമ്പ് ചെന്നാൽ അഭിഷേകത്തോടെ ചിലയിടത്തേക്ക് പായിച്ചു വിടുന്ന ഒരമ്പാക്കി ദൈവം തന്റെ ജനത്തെ അവിടുത്തെ പൂണിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. റൈറ്റ് ടൈമിൽ എടുത്ത് ചിലതിനെ വെട്ടുവാൻ, ചിലതിനെ തകർക്കുവാൻ, ചിലതിനെ വീഴ്ത്തുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്നു. വഴിമാറാതെ നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ദൈവം തന്റെ ജയത്തിന് ജയം നൽകുന്ന പ്രഭാതമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് അറിയിക്കുന്നു. എന്നിട്ട് പറയുന്നു 5-ാം വാക്യം. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്താനും ഇസ്രായേലിനെ ശേഷം നഷ്ടപ്പെട്ടു പോയ, ചിതറിപ്പോയ, അകലം വിട്ടുപോയ, കൂടിവരാൻ സാധ്യതയില്ലാതെ ഭയപ്പെട്ടു പോയ ഇടത്തു നിന്ന് തന്റെ ജനത്തെ ഒരു തിരിച്ചുവരവിലേക്ക് ശേഖരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും വാഗ്ദത്തമുള്ളവനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഒരു മണി പോലും നിലത്തു വീഴാതെ വണ്ണം, തകർന്നു പോകാതെ വണ്ണം, ഇല്ലാതെ വണ്ണം, നിന്നെ എത്തിക്കേണ്ട റൂട്ടിൽ കർത്താവ് തിരിച്ചെത്തിക്കും. ഇനിയും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവ് പറയുന്നു. ദൈവം ഒരു തിരിച്ചുവരവ് തന്റെ ജനത്തിന് വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഒരു വലിയ തിരിച്ചുവരവ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്ന പ്രഭാതമത്രേ. അടുത്ത് ശ്രദ്ധിക്കൂ. എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള ദൈവം നിർമ്മിച്ചു, ഉരുവാക്കിയ ദൈവം ചില ഫിനിഷിംഗ് ചെയ്ത് ആണ് നിർമ്മാണം നടത്തുന്നത്, രൂപപ്പെടുത്തിയെടുക്കുന്നത്. ചേഞ്ച് വരുത്തേണ്ട മേഖലകൾ ചേഞ്ച് വരുത്തുന്നതിനാണ് നിർമ്മാണം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പൂർത്തീകരിക്കേണ്ട സകല വിഷയങ്ങൾ അറ്റകുറ്റപ്പണി തീർത്ത് ഒരു ബിൽഡിംഗ് പൂർത്തീകരിക്കുമ്പോൾ, ഒരു കെട്ടിടം വെച്ചു എന്നാൽ അത് സിമെന്റ് തേച്ച് അത് പെയിന്റ് അടിച്ച് അതിന്റെ എല്ലാ വർക്കുകളും ഭംഗിയായി ചെയ്യുമ്പോഴാണ് നിർമ്മിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്റെ ജനത്തെ നിർമ്മിച്ച് പുറത്ത് കൊണ്ടുവരുന്ന ദൈവം കുറവുകളെ തീർത്ത്, വഴികളുടെ കുറവുകളെ തീർത്ത്, നിങ്ങൾ അനുഭവിക്കുന്ന സകല ഷോർട്ടേജുകളെ മാറ്റി ദൈവത്തിന്റെ ഒരു നിർമ്മാണം വെളിപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ? യഹോവയ്ക്ക് മാന്യനും എന്നെ മാന്യതയോടെ, എന്റെ കുടുംബത്തെ, എന്റെ തലമുറകളെ മാന്യതയോടെ ദേശത്ത് നിർത്തുവാൻ, അപമാനിക്കപ്പെടുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നിട്ടും യഹോവ നിങ്ങളെ നിർമ്മിച്ചത്, യഹോവ നിങ്ങളെ സൂക്ഷിച്ചത്, യഹോവ നിങ്ങളെ കൊണ്ടുവന്നത് ദൈവത്തിന് മാന്യരായി തീരാൻ. സ്തോത്രം. മാന്യതയോടെ പ്രിയരെ, ദൈവത്തിന്റെ ദാസന്മാർ മാന്യതയോടെ, ദാസിമാർ മാന്യതയോടെ, പ്രാർത്ഥിക്കുന്നവൻ മാന്യതയോടെ, ദൈവം നിർമ്മിച്ചവൻ മാന്യതയോടെ ദേശത്ത് നിൽക്കാൻ പോകുകയാണ്. നമുക്കൊരു മാന്യതയുണ്ട്. ദൈവത്തെ സേവിക്കുന്നവൻ മാന്യമായി നിൽക്കും. സ്തോത്രം. ദൈവാത്മാവുള്ളവന്റെ മേൽ മാന്യതയുണ്ട്. ദേശം അവനെ ഭയപ്പെടും. പൗലോസ്, പത്രോസ് തുടങ്ങിയ അപ്പോസ്തലന്മാരെ നോക്കൂ. ശമൂവേൽ എന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യൻ ദൈവത്തിന്റെ ദാസനെ നോക്കൂ. അവന്റെ വരവിങ്കൽ ദേശം വിറക്കില്ലേ? പ്രൈസ് ദി ലോർഡ്. ബഹുമാനമുള്ള രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇതാ എന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ അവൻ മാന്യതയോടെ പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവനെ മാന്യതയോടെ, ദൈവത്തിന്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് എടുത്ത അബ്രഹാമിനെ മാന്യതയോടെ ദൈവം നടത്തിയില്ലേ? അടുത്തത് പറയാം, അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാർ പറയുകയാണ്, ദൈവം ഞങ്ങളുടെ ബലമാണ്. സ്തോത്രം. അടുത്ത ഭാഗം അങ്ങനെ എഴുതിക്കുക, എന്റെ ദൈവം എന്റെ ബലമാണ്. കേട്ടോ,
ഇന്ന് പകൽ വേറെ എങ്ങും ആശ്രയിക്കാൻ നമുക്കില്ല. ആശ്രയിച്ചാൽ പരാജയപ്പെടും. വിളിച്ചു പറ, എന്റെയും എന്റെ തലമുറകളുടെയും എന്റെ മിനിസ്ട്രിയുടെയും ബലം എന്റെ ദൈവമാണ്. എന്റെ ദൈവമാണ്. നിങ്ങളുടെ ശരീരത്തിൽ നോക്കി പറ, ഞങ്ങളുടെ ബലം ഇപ്പോൾ അലട്ടുന്ന വിഷയം കണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞങ്ങളുടെ ബലം ചോർന്നു പോയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഞങ്ങളുടെ ബലം ദൈവമാണ്. യഹോവയെങ്കിൽ ഇന്ന് പകൽ പ്രത്യാശയുള്ളവർ പറ, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ നിങ്ങളുടെ ബലമാണെങ്കിൽ ഇന്ന് പകൽ സന്തോഷിപ്പേ. ആർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എന്റെ ബലം എന്റെ ദൈവമാണ്. നമ്മുടെ സമ്പത്തല്ല നമ്മുടെ ബലം, നമ്മുടെ കുടുംബ പാരമ്പര്യമല്ല നമ്മുടെ ബലം. നമ്മുടെ ബലം ദൈവമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ബലം. ഈ ദൈവം തോന്നിയേക്ക് നമ്മുടെ ദൈവമാണ്. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതമാണ്. ദൈവം നമ്മുടെ ബലമാണ്. അതുകൊണ്ടാണ് 18-ാം സംഘം ദാവീദ്, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സൈന്യമല്ല എന്റെ ബലം, ആളുകളല്ല എന്റെ ബലം, എന്റെ ബലം ദൈവമാണ്. സ്തോത്രം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് പകൽ പറ, കർത്താവേ അവിടുന്നെയാണ് ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ കുടുംബത്തിന്റെ ബലം. അങ്ങാണ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ വീഴാതിരുന്ന അങ്ങ് ഞങ്ങളുടെ ബലമായതുകൊണ്ടാണ്. ഞങ്ങൾ തളരാതിരുന്ന അങ്ങ് ഞങ്ങളുടെ ബലമായതുകൊണ്ടാണ്. രോഗം വന്നപ്പോഴും തകർന്നു പോകാതിരുന്ന അങ്ങ് ഞങ്ങളുടെ ബലമായതുകൊണ്ടാണ്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അങ്ങയുടെ ബലത്തിനായി സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ബലമായിരിക്കുക, അങ്ങ് ഞങ്ങളുടെ സങ്കേതമായിരിക്കുക. സ്തോത്രം. അങ്ങയ്ക്ക് ഞങ്ങൾ മഹത്വം കരേറ്റുന്നു. ഞങ്ങളെ നിർമ്മിച്ച ദൈവം, ഞങ്ങളെ തിരിച്ചു വരുത്തുന്ന ദൈവം, ഞങ്ങളെ മടക്കി വരുത്തുന്ന ദൈവം, ഞങ്ങളെ ശേഖരിക്കുന്ന ദൈവം, ഞങ്ങളെ സൂക്ഷിച്ചു നിർത്തിയ ദൈവം, കർത്താവ് ഞങ്ങളെ മാന്യമായി പുറത്തു കൊണ്ടുവന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ നിന്ദകളെ എടുത്തു മാറ്റിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളെ മാന്യതയോടെ കുടുംബക്കാരുടെയും ദേശത്തിന്റെ ഇടയിൽ നിർത്തിയിരിക്കാൻ സ്തോത്രം. ഈ ബലത്തോടെ അവിടുന്ന് ഞങ്ങളെ നയിക്കും. സകല മഹത്വമായി യേശു നാമത്തന്നെ ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവം നമ്മുടെ ബലമാണ്. ദൈവം നമ്മുടെ മാന്യതയോടെ നടത്തും. ഈ വചനങ്ങൾ അലോട് സഹായിക്കട്ടെ. ക്രിസ്തേശു നിങ്ങളുടെ സഹോദരൻ പ്രസ്പിച്ചു.